അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദരണീയനായ അധ്യക്ഷൻ പ്രൊഫസർ പി രവീന്ദ്രൻ അവർ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാപ്പി സാഹിബ്, എം കെ മുജീദ് സാഹിബ് MLA, ET മുഹമ്മദ് ബഷീർ സാഹിബ് MP അവർ, അബ്ദുൽ സമദ് സബാനി സാഹിബ് MP അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, CH മുതുകോയ സാഹിബിൻ്റെ വിയോഗത്തിൻ്റെ 4.5 പതിറ്റാണ്ട് തികഞ്ഞ ഒരവസരത്തിലാണല്ലോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമ്മൾ നിരന്തരമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണല്ലോ. 4 പതിറ്റാണ്ട് ആ വിയോഗം ഉണ്ടായെങ്കിലും ഒരു ആണ്ടിൻ്റെ പോലും വിയോഗത്തിൻ്റെ നഷ്ടബോധം നമുക്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ ഏറ്റവും ഏറെ ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം CH മുതുകോയ സാഹിബ് തന്നെയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ മരണാനന്തരവും അതേ സ്ഥിതിയാണ് ഉള്ളത്. ജീവിച്ചിരുന്ന കാലത്ത് എത്രമാത്രം CH സജീവമായിരുന്നു, ജനങ്ങളോടൊപ്പം എത്രമാത്രം അദ്ദേഹം ചേർന്ന് നിന്നിരുന്നു. ഒരുപക്ഷെ അതിലുപരിയായിട്ട് മരണാനന്തരവും അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യം മലബാറിൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുകയാണ്. CHൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമല്ല, മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം CH മുതുകോയ സാഹിബിനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. CH ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിലും നമുക്ക് ആർക്കും ഉത്തരം പറയാൻ സാധിക്കുകയില്ല. പ്രകടമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ചിന്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, സഞ്ചാര കൃതികൾ, അദ്ദേഹം ഒരു നല്ല സഞ്ചാരിയാണ്, സഞ്ചാര കൃതികൾ എഴുതിയിട്ടുള്ള വ്യക്തിത്വമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഒരു കഥാകൃത്തായിട്ടുണ്ടാവില്ല, പക്ഷെ അദ്ദേഹം ഒരു കഥാകാരനായിരുന്നു, കഥ പറച്ചിലുകാരനായിരുന്നു CH മുതുകോയ സാഹിബ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ നിരന്തരമായി നമുക്കത് കേൾക്കുവാനും സാധിച്ചിരുന്നു. ചരിത്രത്തിലെ കഥകൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന പ്രചോദനവും പ്രേരണയും ആവേശവും, അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രത്തിൽ നിന്നും കഥകൾ ആവിഷ്കരിച്ച് അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. 3 കാര്യത്തിലാണ് CH തൻ്റെ സമൂഹത്തെ ഉണർത്തിയത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ, ഒരു പ്രഭാഷണ കല, നല്ലൊരു പ്രാസംഗികൻ എന്നുള്ള നിലക്കാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് പിന്നീട് മറ്റു പലരും കോപ്പി ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. CHൻ്റെ പ്രഭാഷണം അങ്ങനെയാണ്. അതിൽ ഇബ്നു സീന വരും, അൽ ബറൂനി വരും, ചരിത്രത്തിലെ കഴിഞ്ഞകാല ഏടുകൾ ബിൻ ഖൽദുൻ വരും, മനുഷ്യ ചരിത്രത്തിൽ തന്നെ ആമുഖം എഴുതിയ ബിൻ ഖൽദുൻ. ഇങ്ങനെ ഒരുപാട് പ്രശസ്ത വ്യക്തിത്വങ്ങളെ അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിലൂടെ ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ തിളക്കമാർന്ന ജീവിതത്തിലേക്ക് തൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധ അദ്ദേഹം കൊണ്ടുപോകും. മലബാർ കലാപത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ മുസ്ലിം സമുദായം 1920കളിൽ ആ കലാപത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയി. അങ്ങേയറ്റത്തെ പീഡനം ഏൽക്കേണ്ടി വന്നു. ഒരുപാട് പേര് കൊല ചെയ്യപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ രാഷ്ട്രീയ അസ്തിത്വം അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പിന്നീട് നടന്നു.
ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ 1948 മാർച്ചിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപപ്പെട്ടു. അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു അസ്തിത്വം വീണ്ടെടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ അനാഥമായി പോയ ഒരു കാലമായിരുന്നല്ലോ അത്. പാകിസ്ഥാനിലേക്ക് പോയി ഒരുപാട് പേര്, നേതാക്കന്മാരൊക്കെ അവിടെ പോയി, മൗലാനമാരും നവാബുമാരും പട്ടോടിമാരും, അവരൊക്കെ അവരുടേതായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിന്നു. പാവപ്പെട്ട സാധാരണക്കാർ ബ്രിട്ടീഷുകാരുടെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ മറ്റ് സംഭവ വികാസങ്ങളുണ്ടല്ലോ, വർഗീയതയുടേതായ കാര്യങ്ങൾ, അതിലൊക്കെ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുവാൻ സ്വതന്ത്ര ഭാരതത്തിലെ അതിയേക പോംവഴി എന്നുള്ളത് രാഷ്ട്രീയമായി സംഘടിക്കുക എന്നുള്ളത് തന്നെയാണ്. ലോകത്തെ മറ്റു പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾ അതാത് രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ, അതാത് രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥകൾക്കെതിരെ മിലിറ്റൻ്റ് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിരോധവും അവരുടെ കടന്നാക്രമണവും ഒരു മിലിറ്റൻസി രൂപപ്പെടുത്തിയിട്ടാണ്. എന്നാൽ ഇന്ത്യയിൽ അത്തരമൊരു ബുദ്ധിശൂന്യമായ നടപടിയിലേക്കല്ല ഖായിദുൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമ്മെ ക്ഷണിച്ചു കൊണ്ടുപോയത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് കേരളക്കരയിലെത്തുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പട നയിച്ച വ്യക്തിത്വമായിരുന്നു CH മുഹമ്മദ് സാഹിബ്. ബാഫിത്തങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അവർ പിന്നിൽ നിന്ന് അവരുടെ ആ കരുത്തും ആവേശവും പിന്നിൽ നിന്ന് തെളിയിച്ചപ്പോൾ അവർ മുമ്പിൽ നടത്തുവാൻ ആഗ്രഹിച്ചത് CH മുഹമ്മദ് സാഹിബിനായിരുന്നു. CHൻ്റെ വാചാലത അതിനുവേണ്ടി വളരെയേറെ അവർ പ്രയോജനപ്പെടുത്തി. അദ്ദേഹം ആലി മുസ്ലിയാരുടെ കഥ അവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തു. കൊല്ലം നാട്ടിലെയും വേറെ നാട്ടിലെയും അവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പൊരുതിയ ആലി മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ, ഭാര്യനന്ദത്ത് കുഞ്ഞമ്മദാജി, മുമ്പുറം തങ്ങൾ, മാധവൻ നായർ, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ഇവരുടെയൊക്കെ കഥകൾ CH അവർക്ക് പറഞ്ഞു കൊടുത്തു. മലബാർ കലാപം അതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതല്ലാതെ മറ്റു പലരും പ്രചരിപ്പിച്ചതുപോലെ സമുദായങ്ങൾ ഏറ്റുമുട്ടിയ ഒന്നായിരുന്നില്ല സ്വാതന്ത്ര്യ സമരം. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു നിന്നു. മമ്പുറം തങ്ങളുടെ ആസ്ഥാനമായ മമ്പുറം പള്ളിയിൽ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് വന്നിട്ടുണ്ട്, നാരായണമേനോൻ വന്നിട്ടുണ്ട്, മാധവൻ നായർ വന്നിട്ടുണ്ട്. അവരൊക്കെ അതാത് കാലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് വന്നത്. കോട്ടക്കൽ ആയുധശാലയിലെ അവിടുത്തെ ഭാര്യർ മലബാർ പടയാളികൾക്ക് ഭക്ഷണം കൊടുത്തവരായിരുന്നു, അവർക്ക് അഭയം കൊടുത്തവരായിരുന്നു. ഭാര്യന്മാരുടെ വിശാലമായ അങ്കണം ഉണ്ടാവുമല്ലോ, അവിടെ മലബാർ പടയാളികൾക്ക് ഒരഭയം കൊടുത്തു. ഇങ്ങനെ ഒരു സാമുദായിക സൗഹാർദ്ദം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ മുന്നേറി. ഈ ചരിത്രങ്ങളൊക്കെ CH മുഹമ്മദ് സാഹിബ് തൻ്റെ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, അവരെ ഉത്ബുദ്ധരാക്കി. എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസപരമായി സമൂഹത്തെ മുൻപന്തിയിൽ കൊണ്ടുവന്നുകൊണ്ട് CHനെ കുറിച്ചൊരു തമാശ പറയാറുണ്ട്. കൊടുവള്ളിയിലോ ആ ഭാഗത്തുള്ള ഏതോ കുറച്ച് ആൾക്കാർ CH മുഹമ്മദ് സാഹിബിനെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ കാണാൻ പോയി. അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പോലീസ് സ്റ്റേഷൻ വേണമെന്ന്. CH പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ സ്കൂളുകൾ ഉണ്ടാക്കും, പോലീസ് സ്റ്റേഷനൊക്കെ പിന്നെ മതി, സ്കൂളുകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വെച്ചു. ആ സ്കൂൾ ഇന്നവിടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇങ്ങനെ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി അവരെ വിദ്യാഭ്യാസപരമായി ഉണർത്തുക എന്നുള്ളത് തന്നെയാണ്. അത് മന്ത്രിയായ സമയത്ത് അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അതൊക്കെ നടത്തി. അവിടെ ഒന്നും വിഭാഗീയത അദ്ദേഹം കണ്ടില്ല. NV കൃഷ്ണമാര്യർ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. CH മുഹമ്മദ് സാഹിബ് തൻ്റെ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും.
പക്ഷെ മറ്റൊരു സമുദായത്തെയും വേദനിപ്പിച്ചുകൊണ്ടല്ല അദ്ദേഹം അതെല്ലാം ചെയ്തത്. സ്വന്തം സമുദായത്തിൻ്റെ അവകാശ ബോധത്തെക്കുറിച്ച് അദ്ദേഹം അവരെ പ്രചോദിപ്പിച്ചു. എന്നാൽ മറ്റൊരു സമുദായത്തിൻ്റെയും അവകാശങ്ങൾ കവർന്നെടുക്കരുത് എന്നുകൂടി അധികാരത്തിൻ്റെ സ്വരത്തിൽ CH മുതുവായ സാഹിബ് തൻ്റെ മുന്നിലെത്തുന്നവരോട് ആജ്ഞാപിച്ചിട്ടുണ്ട്. സ്വന്തം അവകാശബോധം എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അവർക്ക് പതിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി മതേതരപരമായിട്ടുള്ള സാമുദായിക സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാടുകൾ അതാണ് CH മുഹമ്മദ് കോയ നിർവഹിച്ചത്. പിന്നെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം സമൂഹത്തെ നിരന്തരമായി ഉണർത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യൻ ജനാധിപത്യം, അതിന് കേരളത്തിലെ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ CH തയ്യാറായി. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കേരളത്തെ പിറകോട്ട് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ഥിര സ്വഭാവത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഇവിടെ രൂപീകരിക്കപ്പെടണം, അതിന് മുന്നണി സംവിധാനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ശങ്കരോടൊപ്പം, പട്ടം താണ്ടുപിള്ളയോടൊപ്പം, സർവോപരി സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക് തങ്ങളോടൊപ്പം CH മുഹമ്മദ് കോയ സാഹിബ് മുന്നണി സംവിധാനത്തിന് കരുത്തു പകർന്നുള്ളതാണ്. ഇന്ന് ആ പരീക്ഷണമാണ് രാജ്യം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി അതിൻ്റെ പിതൃത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് CH മുഹമ്മദ് കോയ സാഹിബിനും അതിൻ്റെ പിതൃത്വമുണ്ട് എന്നും പറയാൻ പറ്റും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ മറന്നുകൊണ്ടല്ല, പക്ഷേ ഈ അവസരത്തിൽ നമുക്കതും പറയാൻ പറ്റും. ഇന്ത്യ മുന്നണിയുടെ പിതൃത്വം CH മുഹമ്മദ് കോയ സാഹിബിന് അവകാശപ്പെട്ടതാണ്. ഇന്ന് ആ മുന്നണി നൽകുന്ന പ്രതീക്ഷയിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എംപിമാർ എവിടെയുണ്ട്? 10 വർഷമൊക്കെ അവർ 10 വർഷം കഴിഞ്ഞ 10 വർഷങ്ങളിലും അവർക്കൊന്നും വലിയൊരു മുണ്ടാട്ടം മുഖത്തൊരു തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2024 ശേഷം അവരെല്ലാം വളരെ ഊർജ്ജസ്വലരാണ്, പോരാളികളായി മാറിയിരിക്കുന്നു. മുമ്പ് അവർ വെറും കേൾവിക്കാർ മാത്രമായിരുന്നു. നരേന്ദ്രമോദി മറ്റൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കും, എണിച്ചു പോരും. എന്നാൽ ഇന്ന് അവർ പോരാളികളാണ്. ഇന്ത്യയിലെ എംപിമാരെ, പ്രതിപക്ഷ എംപിമാർക്ക് ആ പോരാട്ട വീര്യം പകർന്നു കൊടുത്തത് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ദർശനമാണ്, രാഷ്ട്രീയ ദർശനമാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ CHൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരുപാട് നേതാക്കന്മാർ, ഡോക്ടർ ബഹജത്ത് ഹബീബുള്ള സാഹിബും അതുപോലെ തന്നെ ഡോക്ടർ രവികുമാർ MP അവർകളൊക്കെ ഇവിടെയുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവർ രേഖപ്പെടുത്തും. മറ്റ് ചടങ്ങുകൾ നടക്കാനിരിക്കുന്നതുകൊണ്ട് കൂടുതലായി പറയുന്നില്ല. എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തൻ്റെ തിരുനാമത്തിൽ നിർവഹിക്കുന്നു. വഖ്റുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.